അനിഴം, തൃക്കേട്ട, മകം, പൂരം, ഉത്രം, വിശാഖം, ചിത്തിര, ചോതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി മാസം 17-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. കാരണം ജ്യോതിഷപരമായി പറയുമ്പോൾ 27 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ചില പ്രത്യേക സമയങ്ങളിൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ അഥവാ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഇതിൽ തന്നെ ഒരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിക്ക് ജീവിതത്തിൽ വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ, നേരെ മറിച്ച് മറ്റൊരു രാശിയിലുള്ള വേറെ ഒരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിക്ക് അതേസമയം തന്നെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് നേർവിപരീതമായ കാര്യങ്ങളായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ പലപ്പോഴുമായി ചില സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇത്രയധികം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടുള്ളവരാകാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ സമയത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഇന്ന് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഫെബ്രുവരി 17-ാം തീയതി സംഭവിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ആ ഒരു ദിവസം സംഭവിക്കുവാൻ കാരണമാകുന്നത് അന്നേ ദിവസം ഈ രാശിക്കാരിൽ രൂപം കൊള്ളുന്ന സുനഭ യോഗം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു യോഗത്തിലൂടെ അനിഴം, തൃക്കേട്ട, മകം, പൂരം, ഉത്രം, വിശാഖം, ചിത്തിര, ചോതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന സുനഭ യോഗം കൊണ്ട് അതിപ്രാധാന്യമേറിയ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടുള്ള സമയങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. ഇതിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ ഒരു യോഗം വൃശ്ചികം രാശിക്കാരിൽ വളരെയധികം ഭാഗ്യമായാണ് വരുന്നത് എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. അതായത് ഒരു തരത്തിലും ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ എന്തൊക്കെയോ തരത്തിലുള്ള പ്രതിസന്ധികളിൽപ്പെട്ട് ഓരോ ദിവസവും ജീവിച്ചു പോകുന്നു എന്നല്ലാതെ ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തെപ്പറ്റി ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതായത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നാൽ മാത്രമേ സാധാരണഗതിയിൽ മനുഷ്യർക്ക് മുന്നോട്ടുള്ള ജീവിതം നന്നായി വരും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിൽ ഭൂരിഭാഗം വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ കടബാധ്യതകളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ആരോഗ്യ പ്രതിസന്ധികളുമല്ലാതെ ഒരു പോസിറ്റീവായ അനുഭവം ഉണ്ടായിട്ട് തന്നെ നാളുകളായി. എന്നാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന സുനഭ യോഗം കൊണ്ട് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച ഏറ്റവും പ്രധാനമായി അനുഭവത്തിൽ വരുവാൻ പോകുന്നത്
നിങ്ങളെ മാനസികമായി തളർത്തിയിരുന്ന ചില പ്രതിസന്ധി നിറഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള മാറ്റമായിരിക്കും. അതായത് ഇന്ന് ഈ അധ്യായം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ ഏറ്റവും അധികം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ചില ആളുകളുടെ മനസ്സിലുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ ഒരു പ്രതിസന്ധിക്ക് എങ്ങനെയെങ്കിലും ഒരു മാറ്റം വന്നാൽ മതിയായിരുന്നു എന്നാണ് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ. അത്തരത്തിൽ നിങ്ങളൊരു മാറ്റം കാണുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുവാൻ പോകുന്ന സമയമാണ് ഇത്. ഇനി ഇതിനെല്ലാം പുറമെ കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും ഒരു വിധത്തിലും ജീവിതത്തിൽ ഒരു മനസമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ ഓരോ ദിവസവും നെട്ടോട്ടം കൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ നടന്നു പോകുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല എത്രയൊക്കെ നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചാലും അതൊന്നും അവസാനം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലാത്ത അവസ്ഥയാണ് പലരും അനുഭവിക്കുന്നത്. കാരണം പലപ്പോഴും അനാവശ്യ ചിലവുകൾ അപ്രതീക്ഷിതമായി ഉണ്ടാവുകയും ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നതാണ് പലരുടെയും ധനനഷ്ടത്തിൻ്റെ പ്രധാന കാരണം. എന്നാൽ എന്ത് കാരണം കൊണ്ടായിരുന്നാലും സാമ്പത്തികപരമായി ഒരു മുന്നേറ്റവുമില്ലാതെ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് ചില ധനനേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ഒപ്പം തന്നെ പുതിയ ചില കാര്യങ്ങൾക്ക് ജീവിതത്തിൽ തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യുന്ന സമയമാണ് ഈ സുനഭായോഗം കൊണ്ട് വന്നു ചേരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ജീവിതത്തിൽ ഒരു പുരോഗതി കൈവരിക്കുവാൻ കഴിയുമെന്ന് തീർത്തും വിചാരിക്കാതിരുന്ന ചില വൃശ്ചികം രാശിക്കാരിലേക്കാണ് ഈ ഒരു സമയത്ത് മഹാഭാഗ്യം പോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത്. ഇനി ഇതിൽ തന്നെ ചില വൃശ്ചികം രാശിക്കാർ കുറച്ച് നാളുകളായി ഏതോ ഒരു പ്രത്യേക കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി നേടിയെടുക്കുവാനും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഇതുവരെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന അസ്ഥിരത കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും വളരെ വലുതാണ്. അത്തരത്തിലുള്ള വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സുനഭായോഗം സിദ്ധിക്കുന്ന ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ചയോടെ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പോസിറ്റീവായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും തൊഴിൽ മേഖലകളിൽ ഉന്നമനം പ്രതീക്ഷിക്കുന്നവരും അതിനുവേണ്ട എല്ലാ പരിശ്രമങ്ങളും തുടരേണ്ട ഒരു സമയം തന്നെയാണ് ഇത്. ഇനി എടുത്തു പറയേണ്ട കാര്യം, വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന വൃശ്ചികം രാശിക്കാർക്കും ഇത് ഭാഗ്യസമയമാണ്. കാരണം ഈ സുനഭായോഗം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്നതിനാൽ ജീവിതത്തിലെ പല കാര്യതടസ്സങ്ങളും ഇല്ലാതാവുകയും നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം തന്നെ ഒരു പുരോഗതി കൈവരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ കുടുംബത്തിലെ ഒരേ ഒരു വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തിയിലൂടെ ആയിരിക്കും ആ കുടുംബത്തിൻ്റെ തന്നെ ഭാവി മാറിമറിയുന്നത്. ഇനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രതിസന്ധികൾ കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വളരെ ശുഭകരമാണ്. അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശമനമുണ്ടാവുകയും ഒപ്പം തന്നെ ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളെ ഭയക്കാതെ ചെയ്യുവാനുള്ള യോഗം നിലനിൽക്കുകയും ചെയ്യുന്ന സമയമാണ് ഇത്. അപ്പോൾ എല്ലാ വിധത്തിലും വിശാഖം, അനിഴം,
തൃക്കേട്ട നക്ഷത്രക്കാരായി വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റികൾ ഇല്ലാതാവുകയും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ സുനഭയോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി രണ്ടാമതായി ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന സുനഭയോഗം കൊണ്ട് വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുവാൻ പോകുന്ന സമയമാണ് ഇത്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവുമല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും ബാക്കിയില്ല എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ഇരുണ്ട് വെളുത്തു പോകണമെങ്കിൽ അത്രയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് എന്നതാണ് സ്ഥിതി. ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഉറങ്ങുമ്പോൾ അല്ലാതെ മറ്റൊരു സമയത്തും മനസ്സമാധാനമില്ല. മാത്രമല്ല ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കിടന്നാൽ ഉറക്കം പോലും പലർക്കുമില്ല എന്നതാണ് സത്യം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ പല വിധത്തിലും ദോഷകരമായി ബാധിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയും ഏറ്റവും സന്തോഷകരവും ഈശ്വരാധീനം നിറഞ്ഞതുമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയവുമാണ് മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി 17-ാം തീയതി സുനഭയോഗം സിദ്ധിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത് ഇന്ന് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കുന്ന ചില സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു കടബാധ്യതയ്ക്ക് ഉടൻ പരിഹാരമായില്ലെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളും നഷ്ടമാകുവാൻ വരെ കാരണമാകും. എന്നാൽ അങ്ങനെയുള്ള ചില കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ കഴിയും. ഒപ്പം തന്നെ ഈ ഒരു ദിവസം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ചിങ്ങം രാശിക്കാരെ തേടിയെത്തുന്നത് ധനനേട്ടങ്ങൾ തന്നെയായിരിക്കും. അതായത് പ്രതീക്ഷിക്കാത്ത ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും അതുപോലെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ കൈകളിൽ എത്തുകയും ചെയ്യുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും ഇത്. ഇനി ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച ചില ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ സൗഹൃദങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടേതായ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുവാനും അതിലൂടെ സ്വയം സന്തോഷം കണ്ടെത്തുവാനും നിങ്ങൾക്ക് കഴിയുന്ന ദിവസമായിരിക്കും ഇത്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നിങ്ങൾ സ്വയം ഒരു ത്യാഗമായി കാണാതെ സ്വന്തം കടമയായും സന്തോഷമായും കാണുന്ന തരത്തിലാണ് ഫലപ്രകാരം തെളിയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സുനഭയോഗം സിദ്ധിക്കുന്ന ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനുള്ള യോഗമുണ്ടാവും. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായുള്ള യാത്രയോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതോ ആവാം. എന്തു തന്നെയായിരുന്നാലും ആ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി വിദ്യാർത്ഥികളായിട്ടുള്ള മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയം വളരെ മികച്ചതാണ്. അതായത് എല്ലാ വിധത്തിലുള്ള അലസതകളും
മാറ്റിവെച്ച് പഠന കാര്യങ്ങളിലും മറ്റുള്ള മേഖലകളിലും മികവ് പുലർത്തുവാനും ഒപ്പം തന്നെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുവാനും ചിങ്ങം രാശിക്കാരായിട്ടുള്ള മക്കൾക്ക് ഈ ഒരു സമയത്ത് കഴിയും. ഇനി അതുപോലെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ നിങ്ങൾ തന്നെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചില ദുശീലങ്ങളുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരുന്ന ചിങ്ങം രാശിക്കാർക്കും ചിങ്ങം രാശിക്കാരുടെ കുടുംബത്തിലുള്ള വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് ആ ഒരു ദുശീലത്തെ ഒഴിവാക്കുവാനും ജീവിതം ഒരു മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുവാനുള്ള യോഗവും കാണുന്നു. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ദുശീലങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും കൂടുതൽ ജീവിത നേട്ടങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനി അതുപോലെ ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും കുടുംബ ബന്ധത്തിലായിരുന്നാലും ഈ സുനഭായോഗം കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോകുന്നത് വളരെ മികച്ച മാറ്റങ്ങളാണ്. ഇനി പ്രത്യേകിച്ച് ഇന്ന് ഈ അധ്യായം കാണുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി കൊണ്ട് ദുഃഖം അനുഭവിക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുടുംബത്തിലെ സമാധാനം എന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും പോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ഒപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഈ ഫെബ്രുവരി 17 ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ഈ ഫെബ്രുവരി 17 ചൊവ്വാഴ്ച സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന സുനഭായോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീർത്തും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ ഒരു ഭാഗ്യയോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്നത്. ഇതിൽ തുടക്കത്തിൽ തന്നെ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് തുലാം രാശിക്കാരുടെ ജീവിതത്തിലെ നിലവിലുള്ള ചില സാഹചര്യങ്ങളെപ്പറ്റി പറയാതെ പറ്റില്ല. കാരണം ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ട് തന്നെ നാളുകളായി. അതായത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒട്ടനവധി തടസ്സങ്ങളും പ്രതിസന്ധികളും കൊണ്ട് സങ്കീർണമാണ്. ഇനി ഇതിനെല്ലാം പുറമെ സാമ്പത്തികമായും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല. എന്നാൽ ഇതിൽ ചില തുലാം രാശിക്കാർക്ക് സാമ്പത്തികമായി പ്രതിസന്ധി ഒന്നും തന്നെ ഇല്ലെങ്കിലും ജീവിതത്തിൽ മനസമാധാനം എന്നത് അന്യം നിന്ന അവസ്ഥയാണ്. എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഫെബ്രുവരി 17 ചൊവ്വാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന സുനഭായോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അത്രയധികം പോസിറ്റീവായ മാറ്റങ്ങൾ തുലാം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ തുലാം രാശിക്കാർ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹ തടസ്സം വളരെയധികം അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന തടസ്സം എന്ന് പറയുന്നത് ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങൾക്ക് എതിരായി ചെയ്യുന്ന ചില ദുഷ്കർമ്മങ്ങളുടെ ഫലവും കൂടിയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങളെ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ട്. ആ ഒരു ശത്രുദോഷത്തിൽ നിന്ന് മുക്തി നേടുവാനായി ചെറിയ രീതിയിലുള്ള ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി അത് നിങ്ങളിൽ നിന്ന് മാറുകയും ഈ സുനഭയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പോസിറ്റീവായ ഒരു ഫലമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ശത്രുദോഷത്തിൽ നിന്ന് മുക്തി നേടുവാനായി നിങ്ങൾ ചെയ്യേണ്ട കർമ്മത്തെപ്പറ്റി മുൻപ് ഒരു അധ്യായത്തിൽ നാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ഈ അധ്യായത്തിൻ്റെ അവസാനം വീണ്ടും അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ശത്രുദോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ആ കർമ്മം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ
ഒറ്റത്തവണ ആ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കാണുവാൻ കഴിയും. ഇനി ഈ സുനഭായോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച പല തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പോസിറ്റീവായ കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില അംഗീകാരങ്ങൾ ലഭിക്കുകയും അതുപോലെ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള ചില അവസരങ്ങൾ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്ന ദിവസമായിരിക്കും ഇത്. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ മടിച്ചു നിൽക്കാതെ ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ തുലാം രാശിക്കാർ ഈ ഒരു ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തുലാം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് അവർക്ക് നൽകുന്ന ഒരു വാക്കുകൊണ്ടുള്ള പിന്താങ്ങായിരിക്കും അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്. ഇന്ന് ഈ അധ്യായം കാണുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള തുലാം രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിലും വളരെ മികച്ച ഒരു സമയമായിരിക്കും ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ചയോടെ വന്നു ചേരുന്നത്. അതായത് ജീവിതത്തിൽ ഒരു ഉയർച്ച കാണുവാനായി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രയത്നമുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായ ഒരു നേട്ടമായിരിക്കും നിങ്ങളിലേക്ക് തിരികെ എത്തുന്നത്. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് ഒട്ടനവധി ലാഭങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന സമയമാണ്. ഒപ്പം തന്നെ ബിസിനസ്സിനെ വീണ്ടും വിപുലീകരിക്കുവാനായി ചില പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും അത് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. മാത്രമല്ല ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ചില തുലാം രാശിക്കാർ ഇപ്പോഴുള്ള തൊഴിൽ മേഖലയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തുലാം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമാണ്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ മാറ്റം കൊണ്ട് നിങ്ങളിൽ സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുകയും ഒരു ജീവിത പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ എത്രയൊക്കെ തടസ്സങ്ങൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ അനുഭവിച്ചിരുന്നവരായിരുന്നെങ്കിലും അതോർത്ത് ഇനി നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച തുലാം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുലാം രാശിക്കാർക്ക് വളരെ പോസിറ്റീവായ ഒരു അവസ്ഥയിലേക്ക് മാറുവാൻ കഴിയുകയും ഏറ്റവും സന്തോഷത്തോടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും അനുഭവിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന ഭാഗ്യയോഗമാണ് ഈ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങളിൽ തെളിയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ സുനഭായോഗം കൊണ്ട് ഒട്ടനവധി ശുഭകരമായ കാര്യങ്ങൾ ഫെബ്രുവരി 17-ാം തീയതി ചൊവ്വാഴ്ച അനുഭവത്തിൽ വരുമെന്ന കാര്യം അച്ചിട്ടാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.